ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അതൊന്നുമല്ല, റോപ്പ് ഹീറോ ഗെയിം പ്ലേ ആണ്. അങ്ങനെ ഞാൻ റോപ്പ് ഹീറോ ഗെയിം പ്ലേ ആണ്, എൻ്റെ റോപ്പ് ഹീറോ ഗെയിം പ്ലേ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഞാൻ എന്താ കളിക്കാൻ പോവുകയാണ്. ലോഡായി വരിട്ട് ലോഡാവുന്ന നമ്മൾ കാത്തിരിക്കുകയാണ് ഗൈസ്. നെറ്റ് ഓഫ് ചെയ്തിടാം ഗൈസ്, അല്ലെങ്കിൽ പരസ്യം വരും. ഗൈസ് അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്, ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ അങ്ങോട്ട് പോയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആയുധങ്ങൾ ഗൈസ്, ആ തോക്ക് കൊള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു പോലീസുകാരൻ്റെ വണ്ടിയെ വെടിവെച്ച് ഇട്ടു. എന്നിട്ട് നമ്മൾ നേരെ ആംബുലൻസിൻ്റെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആംബുലൻസ് ഇട്ടിട്ട് സൈറൻ ഇട്ടോണ്ട് പോയ രോഗികളെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് പോലീസ് തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ആംബുലൻസ് എടുത്തപ്പോൾ തന്നെ കുറേ പോലീസുകാരെൻ്റെ കൂടെ വന്നു. എല്ലാം പൊട്ടിപ്പൊളിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ നേരെ ആംബുലൻസ് എടുത്ത് പോവുകയാണ്. ഭയങ്കര ട്രാഫിക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളച്ചാണ് ഞാൻ കൊണ്ടുപോയത്. എന്നിട്ട് ഒറ്റ വളയ്ക്കലങ്ങോട്ട് വളയ്ക്കുന്നതിന് മുമ്പേ ഒരു സ്ഥലത്തും അത് മുടുക്കിന്നങ്ങ് ഇടിച്ചു. നോക്കിയപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം വണ്ടി വന്ന് ബ്ലോക്ക് ചെയ്യുമായിരുന്നു. എന്നാലും ഞാനൊന്നും നോക്കിയല്ലോ, വണ്ടി ബ്രോന്ന് ഫുൾ സ്പീഡ് അങ്ങോട്ട് എടുത്തിട്ട് വാച്ചങ്ങോട്ട് കൊടുത്തു ഗൈസ്. അപ്പോഴത്തേക്ക് നേരെ ചാടി കറങ്ങി ഒരു മരത്തിൻ്റെ മൂട്ടി ഇടിച്ച് വളഞ്ഞ് പോയപ്പം ചരിഞ്ഞു പോയി ഗൈസ്. എന്നിട്ട് ഞാൻ അതിനെ നേരെയാക്കിയിട്ട് പിന്നെയും പോവുകയാണ്. ലുലു മാളിൻ്റെ അടുത്തൂടെ വളഞ്ഞങ്ങോട്ട് പോയി ഗൈസ്. ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഹെഡ് ലാമ്പൊക്കെ ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ചു തുടങ്ങി ഗൈസ്. ഈ പരസ്യം ഒരു ഇതാണ് ഗൈസ്. പിന്നെ ഞാൻ മാറ്റി റോപ്പ് ഹീറോ എടുത്തിരിക്കുന്നത്. എടുത്തിട്ട് നമ്മൾ സ്പിൻ ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് കിട്ടിയത്. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് കിട്ടുന്നത്. നമ്മളതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ നേരെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വിടുകയാണ് ഗൈസ്. നേരെ ഒന്നും നോക്കുന്നില്ല, ഫുൾ സ്പീഡ് എടുത്തങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ച് ആ വണ്ടി കുറങ്ങി ഇങ്ങനെ പോയി. ഞാനും അത് എൻ്റെ വണ്ടി വളച്ചപ്പോഴത്തേക്ക് വളഞ്ഞങ്ങ് പോയി. ഭാഗ്യത്തിന് മൈതാനം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ തീർന്നേനെ ഗൈസ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരുത്തവൻ എന്നെ വെടിവെച്ചിടാൻ നോക്കുന്നു ഗൈസ്. ഞാനൊന്നും നോക്കിയില്ല, നേരെ ഇറങ്ങി അവനെ വെടിവെച്ചങ്ങോട്ടിട്ട് നോക്കിയപ്പോഴത്തേക്ക് പോലീസുകാർ വരുന്നു. ഞാൻ പേടിത്തുണ്ടനായിട്ട് കയറി അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ അത് കയറി അങ്ങോട്ട് പോയി ബാക്ക് എടുത്തിട്ട് പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് പോയി. നേരെ അങ്ങോട്ട് പോകും, ഒന്നും നോക്കുന്നില്ല. നേരെ അങ്ങോട്ട് വാഴങ്ങോട്ട് വിട്ടങ്ങ് നോക്കിയപ്പോഴത്തേക്ക് വളച്ചങ്ങോട്ട് വണ്ടി സ്കിഡ് അടിച്ച് വളച്ചങ്ങോട്ട് എടുത്തപ്പോൾ ബിൽഡിങ്ങിൽ പോയൊക്കെ ഇടിച്ചു. ഒരു
ഭയങ്കര സ്പീഡിൽ പോയപ്പോൾ ഒരു പോലീസുകാരൻ്റെ ഇവിടെയൊക്കെ ഇടിച്ചങ്ങോട്ട് പോയി. ഒരു പോലീസുകാരൻ്റെ വണ്ടി ഇടിച്ചങ്ങ് നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം എന്നെ വെടിവെക്കുകയും ചെയ്ത്. ഞാൻ വെള്ളത്തിൻ്റെ സൈഡിൽ ഇന്നൊന്നും നോക്കിയില്ല, വെടിവെച്ചവരെ ഇടിച്ചങ്ങോട്ടിട്ടിട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരുത്തം വരുന്നു ഗൈസ്. അവനും ഞാനുമായിട്ട് ടയർ കുടുക്കൂന്നൊക്കെ ഇടിച്ചിട്ട് അങ്ങ് പോയി ഗായ്സ്. ഈ ആളിൻ്റെ പരസ്യം വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നുണ്ട്. ഈ നെറ്റ് ഓഫ് ചെയ്തിട്ടാലും ഈ പരസ്യം ഇങ്ങനെ വരുന്നേ, ഭയങ്കര കഷ്ടമുണ്ട കാര്യമാണ് ഗൈസ്. പിന്നെ ഞാൻ സ്പിൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ വണ്ടി കയറിയതെടുത്ത് ഞാൻ ബാക്ക് എടുത്ത് നേരെ വളച്ച് ഏതങ്ങോട്ട് പോയില്ല. ഞാൻ മുമ്പോട്ടു ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ക്ലച്ച് പതുക്കെ ചവിട്ടി പോയപ്പോഴത്തേക്ക് ഒരു ബുള്ളറ്റാരം വരുന്നു. കുറേ അത് ഇടിച്ചങ്ങ് കൊടുത്തു അവൻ്റെ ബുള്ളറ്റ്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാനവിടെ ഹെലികോപ്റ്ററിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ നോക്കിയത്. അവിടെ നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ കാണുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് പ്ലെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പീരങ്കിയിരിക്കുന്നു ഗൈസ്. ഞാനൊന്നും നോക്കിയില്ല, പീരങ്കിയുടെ അകത്ത് കയറി വളഞ്ഞ് കയറിയിട്ട് ഒരു പട്ടാളക്കാരനെ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ടിട്ട് ഉറങ്ങിയങ്ങോട്ട് പീരങ്കി അങ്ങോട്ടെടുത്ത് ഒരുത്തൻ ഇടിച്ചങ്ങോട്ട് പതിരി കയറ്റി. എന്നിട്ടും വെടിവെപ്പ് നിർത്തുന്നില്ല ഗൈസ്. ഞാനൊന്നും നോക്കിയില്ല, നേരെ വളച്ചങ്ങോട്ട് വെളിയിൽ കൊണ്ടുപോയി. പിന്നെ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയപ്പോൾ ഒരു പോലീസുകാരൻ ഇടിക്കാനായിട്ട് വരുന്നു. ഞാൻ ബാക്ക് എടുത്തോട്ട് മുമ്പോട്ടങ്ങ് പോയി. പോലീസുകാരൻ ബ്രോ എന്ന് പറഞ്ഞ് പോയപ്പോൾ വെള്ളത്തിൽ പോയൊക്കെ വീട്. എന്നിട്ട് ഞാനൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോവുക. നേരെ അങ്ങോട്ട് പോയി വളഞ്ഞങ്ങോട്ട് എന്നപ്പോൾ കുറേ വണ്ടിക്കാർ. എനിക്കത് സന്തോഷമായി. ഞാൻ എല്ലായിടത്തും ഇടിച്ച് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ബാക്കിലോട്ട് പോകാൻ പറ്റുന്നില്ല. ആരാകെ കൺഫ്യൂഷനായി. പിന്നെ ബാക്കിലോട്ട് ഇത്തിരി വന്നപ്പോൾ പരസ്യം വന്നു ഗൈസ്. പിന്നെയും ഞാനൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് സ്പിൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് 5ൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് ഞാൻ പോയി. ഗൈസ് അങ്ങനെ ഒരു വണ്ടിക്കാരൻ്റെ മൂലയിൽ കൊണ്ടുവന്ന് ഇടിച്ചു തന്നു ഗൈസ്. ഞാനൊന്നും നോക്കില്ല, മിസൈൽ അങ്ങോട്ട് വിട്ട് അവൻ്റെ വണ്ടി അങ്ങോട്ട് പൊട്ടിച്ച് കഴിയിപ്പിച്ചൊക്കെ എടുത്ത്. എന്നിട്ട് ഞാൻ സിമ്പിൾ വരി നോക്കിയപ്പോഴത്തേക്ക് പൈപ്പിൻ്റെ കൂട്ടി വന്ന് എൻ്റെ തലയങ്ങോട്ട് ഇടിച്ച് ഞാൻ വെള്ളത്തിൽ വന്ന് വെള്ളത്തിൻ്റെ മണ്ടിൽ എൻ്റെ തല പോയി ഇടിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ വെള്ളത്തിൽ നോക്കിയപ്പോഴത്തേക്ക് കുറേ നേരം നീന്തി എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ നേരെ മേളിലോട്ട് പോയി. അതിലോട്ട് പോയി നീന്തി കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇത് പോലീസ് ഹെലികോപ്റ്റർ ഞാൻ വിടത്തില്ല ഗൈസ്. ഞാൻ പിന്നെ അവരുടെ കുറേ നേരം അവരുടെ വെടിവെപ്പും മിസൈലും എല്ലാം കൊണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ നേരെ ഒന്നും നോക്കിയില്ല, സൂം ചെയ്ത് നോക്കി ഇവിടെ വല്ലതും എനിക്ക് ഇത് വലയിട്ട് കയറാനായിട്ടുള്ള സ്ഥലം വല്ലതും ഉണ്ടോയെന്ന്.
നോക്കിയപ്പോൾ ഒന്നും ഒത്തു വരുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ കുറേ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് ശ്വാസവും മുട്ടെന്ന്. അവരൊക്കും വിടന്നും ഇല്ല, അവർ വെടിവെച്ചോണ്ടും ഇരിക്കുന്നു. പിന്നെ നോക്കിയപ്പോൾ പരസ്യം. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെയും മാറ്റിയിട്ടെടുത്ത് ഗൈസ്. മാറ്റിയിട്ടെടുത്തപ്പോൾ ആ സ്പിന്ന അങ്ങനെ ഞാൻ സ്പിന്ന് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ പൈസ കിട്ടി. അതൊന്നും കാര്യമാക്കണ്ട. എൻ്റെ മോളെപ്പൊക്കെ വെള്ളത്തിൽ കിടന്നാലും ഒരു സ്വസ്ഥത തരത്തില്ല. ആ റോബോട്ട് അങ്ങനെ ഞാൻ വെള്ളത്തിൽ നിന്ന് മുങ്ങി കുറേ നേരം അമ്മയുടെ നിന്ന് അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ മുങ്ങി നിൽക്കുക. വെള്ളത്തിൻ്റെ അടിയിലും നിന്ന് നോക്കി. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ശ്വാസവും മുട്ടും. ഇവന്മാരൊക്കെ പിന്നെ വിടന്നും ഇല്ല. നോക്കിയപ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടി. വട്ടം കറങ്ങി വെള്ളത്തിൻ്റെ അടിയിൽ. പിന്നെ വട്ടം കറങ്ങിയിട്ട് നോക്കിയപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നത്. ആ ഹെലികോപ്റ്റർ പോയിട്ട് ആ റോബോട്ട് എന്നെ വിടുന്നില്ല. ആ ഹെലികോപ്റ്റർ പോയി, ആ റോബോട്ട് എന്നിട്ടും പോകുന്നില്ല. അങ്ങനെ ഞാൻ ഒത്ത സ്ഥലം നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ കമ്പിപ്പെട്ടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു കണ്ട. അതിൻ്റെ അകത്ത് ഞാൻ വല പിടിച്ച് മേളിൽ കയറി. ഞാൻ വിചാരിച്ച അതെന്നെ അവിടെ വെച്ച് തന്നെ തീർക്കുന്നു. എന്നിട്ട് ഞാൻ അതിന് ആ പോലീസ് റോക്കറ്റിനെയൊക്കെ ഞാൻ വെടിവെച്ച് പൊട്ടിച്ച് ഇട്ടിട്ട് അപ്പോൾ കുറേ പോലീസുകാരും ആൾക്കാരും. പിന്നെ ഞാനൊന്നും നോക്കിയപ്പോഴത്തെ എൻ്റെ തലയിൽ തീ പിടിച്ച് ഞാൻ ഓടി. ഒരു വണ്ടി കിട്ടി. ആ വണ്ടിക്കകത്തോട്ട് ഞാൻ കയറിപ്പോയി. ആ തലയിൽ തീ പിടിച്ചപ്പോൾ ഒരു പൊള്ളൽ പോലെയായിരുന്നു അത്. പിന്നെ അത് 5 തവണ. പിന്നെ അത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ മാറി. എന്നിട്ട് ഞാൻ പിന്നെയും നോക്കിയപ്പോൾ ഈ പരസ്യം വന്നു. വലിയ പാട് തന്നെ കേസ്. പിന്നെ എന്താ സ്പെയർ കിട്ടി, പ്ലെയർ. അതും ഞാൻ എടുത്തുകൊണ്ട് വന്ന് നേരെ അങ്ങോട്ട് പോവുക. നേരെ പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളുടെ മുമ്പിൽ സറണ്ടർ ആവാമെന്ന് പറഞ്ഞ് നിന്ന്. എനിക്ക് ഒട്ടും വേദന എടുത്തില്ല. പിന്നെ ആ പോലീസുകാരൻ്റെ ഒരു ലാത്തി അടിയിലാണ് എനിക്ക് വേദന എടുത്തത്. ലാസ്റ്റ് ഒരു അടിയിൽ. ഇത്രയും നേരം ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നിന്നത്. ഉണ്ടോ വേദനയൊന്നും എടുത്തില്ല. അവൻ്റെ ഒറ്റ ഒരു നല്ല മുറുക്കൊരടിയിലാണ് എനിക്ക് വേദന എടുത്തത്. അവനങ്ങനെ ആ വേദനയും കൊണ്ട് പുളന്നോടി ഗൈസ്. രക്തം തെറിക്കുന്നുണ്ടോ? അവന്മാർക്കൊന്നും ഒരു മനസ്സാക്ഷിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഓടി അങ്ങനെ നോക്കിയപ്പോൾ ബാക്കിലും പോലീസുകാർ. എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഞാൻ വല വിട്ടങ്ങ് കറങ്ങി വെച്ചപ്പോൾ ഒരുത്തവൻ്റെ ദേഹത്ത് വണ്ടി വന്ന് വീണ അവനങ്ങ് ചത്തു. മറ്റവൻ കറങ്ങി അങ്ങ് നേരെ വന്നു. ഇവന്മാരൊക്കെ ജിംനാസ്റ്റിക് പണ്ട് പഠിച്ചാണെന്ന് തോന്നുന്നു കഴിച്ച് എനിക്ക്. അങ്ങനെ എനിക്ക് ദേഷ്യം വന്നു. ഒരുത്തവനെ ഞാനങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് ഇട്ട്. മനുഷ്യന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു വിധിയുണ്ട്. അത് കഴിഞ്ഞ ദേഷ്യം വരും. എന്നിട്ട് ഒരുത്തവനെ ഞാൻ കുപ്പി ബോംബിട്ടങ്ങ് പൊട്ടിച്ചു. ഞാൻ ആ പോലീസ് വണ്ടി കയറി ഇച്ചിരി ആക്കിയപ്പോഴത്തേക്ക്
ഫ്യൂവല് തീരാറായി. അവിടെ വെച്ച് തീരുകയും ചെയ്ത്. അപ്പോഴത്തേക്ക് സ്പിന്നും വന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ പോയി സ്പിൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോഴത്തേക്ക് പിന്നെയും പൈസ കിട്ടി, 2000 ചെയ്ത്. ആ ഫ്യൂവൽ തീർന്നപ്പോഴത്തേക്ക് വീണതില്ല അവന്മാര്. വണ്ടി ഒന്ന് ഇടിക്കുകയും ചെയ്തു. ഇടിച്ചിട്ട് കിട്ടില്ല അവന്മാര്. ഇങ്ങനെ ഒരുത്ത വന്നെ ഇറക്കി അങ്ങോട്ടിട്ടപ്പോൾ ഞാൻ ജയിലിലായി പോയി. ആ ഫ്യൂവല് തീർന്നോണ്ടാ അവര് ആ വണ്ടി പൂട്ടുകയും ചെയ്ത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ട്. അങ്ങനെ ഞാൻ